എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുമെന്ന പ്രതീക്ഷയോടെ ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ തുടങ്ങുകയാണ്. ഇന്ന് ഞങ്ങൾ മാവേലിയിൽ പോയി കുറച്ച് ഭാഗങ്ങൾ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു മാവേലിയിലേക്ക് പോവുകയാണ്. വീട്ടിലുള്ള മാവേലി സ്റ്റോറിൽ നിന്നാണ് ഞങ്ങൾ മാസത്തിലുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അവിടെ പോയി സബ്സിഡി സാധനങ്ങളും പിന്നെ അരിയും പിന്നെ ടോയ്ലറ്റ് ക്ലീനർ, സോപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കും. അപ്പോൾ അവിടെ നിന്നാണ് വാങ്ങിക്കുക. അപ്പോൾ മാവേലിയിലെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ എടുത്തതാണ്. ഏട്ടൻ്റെ സാധനങ്ങളൊക്കെ നോക്കി നടക്കുന്നുണ്ട്. മാവേലിയിൽ തിരക്കായ കാരണം ഞാൻ അധികം അങ്ങോട്ട് വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ കുറച്ചൊന്നും എടുത്തു. അപ്പോൾ അതിന് പോയി വന്നതൊന്നും എടുത്തില്ല. പോയി വന്നതിൻ്റെ ശേഷം ഞാൻ തുണികളൊക്കെ കഴുകി ഇടുകയാണ്. 12:30 മണിയൊക്കെ ആയിട്ട് വന്നപ്പോൾ എല്ലാ പണിയും കഴിച്ച് വെച്ചിട്ടാണ് പോയിരുന്നു. ഭക്ഷണം ഉണ്ടാക്കലും പാത്രങ്ങൾ കഴുകലും ഒക്കെ. പിന്നെ തുണി ഞാൻ സോപ്പിലിട്ട് വെച്ചിരുന്നു, അത് ഒന്ന് കഴുകിയിടണം. പിന്നെ ഒന്ന് തുടയ്ക്കാനും ഉണ്ട്. അത്ര തന്നെ ഉണ്ടാകുള്ളൂ. മോളൊന്നും സ്കൂളിൽ പോയിട്ടില്ല, അവൾക്ക് പരീക്ഷ ആവാറായില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുത്ത് അവൾ പഠിക്കാനിരിക്കും. മോള് +1 സയൻസാണ്. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കുകയാണ്. ചോറും സാമ്പാറും കേബേജ് ഉപ്പേരിയും. പിന്നെ ഞാൻ ഇന്നലെ ഇട്ടിരുന്നുള്ളൂ കാളൻ്റെ വീഡിയോ. അപ്പോൾ കാളൻ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം. അപ്പോൾ ഉച്ചത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. പിന്നെ ഒന്ന് റെസ്റ്റൊക്കെ എടുത്തു, ചായയൊക്കെ കുടിച്ചു. അതിന് ശേഷമാണ് പിന്നെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അതുപോലെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഒഴിച്ച് വെക്കട്ടെ എന്ന് വിചാരിച്ചപ്പോൾ മോള് വന്നു. അവൾ പറഞ്ഞു ഞാനതൊക്കെ ഒഴിച്ച് വെക്കാമെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവളുടെ കൂടെ നിന്നു. എന്നിട്ട് അവൾ അതൊക്കെ ഒഴിച്ച് വെക്കാമെന്ന് പറഞ്ഞു. പെൺകുട്ടികളാകുമ്പോൾ പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. എനിക്കും ഈ സാധനങ്ങളൊക്കെ അതാത് പാത്രത്തിലാക്കി വെക്കാൻ എനിക്കും ഭയങ്കര ഇഷ്ടം. അപ്പോൾ മോള് ചെയ്തോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാനത് അവളെ തന്നെയാണ് ഏൽപ്പിച്ചു. ഞാൻ ഒരു ടോയ്ലറ്റ് ക്ലീനറും വാങ്ങിച്ചു. പിന്നെ ഞാൻ പാരച്യൂട്ടിൻ്റെ എണ്ണയാണ് കേട്ടോ എന്നും സ്ഥിരമായിട്ട് തലയിൽ തേക്കുക. അപ്പോൾ അതും അവിടെ തന്നെ വാങ്ങിച്ചു. പിന്നെ വരണ വഴിക്ക് ബേക്കറിയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ, ബേക്കറി ഹോൾസെയിൽ ഒരു ബേക്കറി ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളും വാങ്ങിച്ചു. മോളുടെ ബില്ലൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെന്നിട്ട് ബില്ലെടുത്ത് വയ്ക്കുന്നതെന്ന്. പിന്നെ അരി കുറുവ അരിയാണ്. ഒരു കാർഡിൽ 5 കിലോ അരിയാണ് കിട്ടുക. അപ്പോൾ ഞങ്ങൾ അതാണ് അവിടുന്ന് വാങ്ങിക്കുക. പിന്നെ റേഷൻ കടയിലെ അരി ഞങ്ങൾ അരയ്ക്കാനൊക്കെ എടുക്കും. അതിനാണ് റേഷൻ കടയിലെ അരി ഉപയോഗിക്കുക. ചില ദിവസം ചോറും വയ്ക്കും. മറ്റ അരി കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ആ അരി വാങ്ങിച്ചിട്ടാണ് ചോറ് വയ്ക്കുക. പിന്നെ അതായത് ഒരു പാക്കറ്റിൽ 9 എണ്ണ അറിയില്ല, എന്തായാലും 50 രൂപയാണ്. ഞാൻ വന്ന ഉടനെ തന്നെ അതിന്ന് പൊളിച്ച്, ചെറുതാണ് കേട്ടോ, വന്ന ഉടനെ തന്നെ അതിന്ന് പൊളിച്ചിട്ട് എല്ലാവരും ഓരോന്നും എടുത്തു. അതുകൊണ്ട് പിന്നെ എണ്ണി നോക്കിയില്ല എത്ര എണ്ണം ഉണ്ട് ആ പാക്കറ്റിൽ നിന്ന്. എന്തായാലും 50 രൂപയാണ് ആ പാക്കറ്റ് മൊത്തം, അത്ര വിലയുള്ളൂ. പിന്നെ ഒരു 4 ചട്ടി വാങ്ങിച്ചു. പിന്നെ ചട്ടി ചെടികളൊന്നും കുഴിച്ചിട്ടിട്ടില്ല. അപ്പോൾ പിന്നെ മോള് നിലത്തേക്ക് സാധനങ്ങളൊക്കെ വെച്ച് അവിടെ ഇരുന്ന് അവൾ ഓരോ പാത്രങ്ങളിലാക്കി വെക്കുകയാണ്. ഈ സമയത്ത് ഞാനും പിന്നെ പോയിട്ട് എൻ്റെ പണികൾക്ക് പോയി. അപ്പോൾ അവൾ വെച്ച വീഡിയോ ആണ് ഇതൊക്കെ. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യണ സമയത്താണ് ഞാൻ ഇതൊക്കെ കാണുന്നത്. അപ്പോൾ അവൾക്ക് അറിയാം ഓരോരോ സാധനം എവിടെയൊക്കെ വെക്കണം എന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഒഴിച്ച് വെച്ചു. പിന്നെ ബേക്കറികളൊക്കെ അതാത് സ്ഥലത്ത് വെച്ചു. പിന്നെ പഞ്ചസാരയൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ പഞ്ചസാരയും പൊട്ടിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ പഞ്ചസാരയൊന്നും ഇപ്പോൾ അധികം വീടുകളിലും ഉപയോഗം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അധികം ആൾക്കാർക്കും ഷുഗറാണല്ലോ. അപ്പോൾ പഞ്ചസാര എന്നാലും വാങ്ങിച്ചു. ഇങ്ങനെ ഇതേപോലെ വലിയൊരു ബക്കറ്റിലാക്കി അടച്ചവിടെ വെക്കുക കേട്ടോ ചെയ്യാം. പിന്നെ മുളക് വാങ്ങിച്ചത് ഞാൻ കഴുകി വെയിലത്തിട്ടിട്ട് പിന്നെ ചില്ലി ഫ്ലേക്സിനോ വറുത്തിടാനോ അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുക ചെയ്യാം. മറ്റേ മുളക് ഞാൻ വാങ്ങി പൊടിപ്പിച്ച് വയ്ക്കും. വേറെ കടയിൽ നിന്ന് വാങ്ങിയിട്ട് പൊടിപ്പിച്ച് വയ്ക്കും. പിന്നെ അത് അവൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനൊക്കെ സോയാബീൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവൾ അതാത് സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുകയാണ്. പിന്നെ സോപ്പ് കാര്യങ്ങൾ, ബേക്കറി, അതൊക്കെ ആയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം പിന്നെ ഒരു കടലയും ഇതൊക്കെ ഓരോ പാക്കറ്റേ പൊട്ടിച്ചിടും. ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കുക ചെയ്യുക, അല്ലെങ്കിൽ കുറിഞ്ചാത്തം വരുമല്ലോ. അപ്പോൾ മോളോട് ഞാനത് ഫ്രിഡ്ജിൽ വെക്കണം, ബാക്കി ഒന്ന് പൊട്ടിച്ചിട്ട് അത് ബാക്കി ഫ്രിഡ്ജിൽ വെക്കണം എന്ന് പറഞ്ഞിരുന്നു. പിന്നെ പൊടിപ്പാണ് വാങ്ങിക്കുക, കല്ലിപ്പ് വാങ്ങിച്ചിട്ടില്ല. എന്നും പൊടിപ്പ് തന്നെയാണ് ഉപയോഗം. അപ്പോൾ അവൾ അതൊക്കെ അതാത് സാധനത്തൊക്കെ വെച്ചു.
അപ്പോൾ മോളുടെ പണികളൊക്കെ ചെയ്യട്ടെ, ഞാൻ എൻ്റെ ജോലിയിലേക്കും പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ചെറിയൊരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും എന്ന പ്രതീക്ഷയോടെ എല്ലാവരും കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ ഒരു ഷോർട്ടും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു.